ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 20ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ വേർഡും WH കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ? വാട്ട്, വെയർ, വെൻ എന്നൊക്കെ അല്ലേ, ഹൂ, വിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് WH വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയണം അല്ലേ? ഒരാളടുത്ത് ഇപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കുക അല്ലേ? അല്ലാതെ നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ പറയുക. ആൻസർ പറയുമ്പോൾ മാത്രം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുക, അതർവൈസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. അപ്പോൾ നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് WH ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വേർഡ് ഹൂ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ അർത്ഥം? ആര് അല്ലേ? ആര് എന്നർത്ഥം വരുന്നതിന് നമുക്ക് ഹൂ ഉപയോഗിക്കാം അല്ലേ? ഇപ്പം നോക്കൂ, എക്സാമ്പിൾസ് നോക്കൂ. ഹൂ ആർ യു? നിങ്ങൾ ആരാണ് അല്ലേ? നിങ്ങൾ ആരാണെന്ന് നമ്മൾ പാരത്തിന് ചോദിക്കണമെങ്കിൽ ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ മതി. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ, ഹൂ ഡിഡ് ദ ജോബ്? ഈ ജോലി ആരാണ് ചെയ്തത്? കണ്ടോ, ആര് എന്നുള്ള അർത്ഥത്തിന് വേണ്ടി മാത്രം നമ്മൾ ഹൂ ചോദിക്കും. ഇനി നോക്കൂ, ഹൂ ഈസ് യുവർ ഫാദർ? ആരാണ് നിങ്ങളുടെ ഫാദർ? ആരാണ്? ക്ലിയർ ആണോ? ഇനി ഹൂ ഈസ് ഹി? അദ്ദേഹം ആരാണ്? നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് നമ്മൾ ഹൂ വെച്ച് തുടങ്ങുന്നത്. അപ്പം ആര് എന്നുള്ള അർത്ഥം വെച്ചിട്ട് നമുക്ക് തുടങ്ങണമെങ്കിൽ ഹൂ വില് ചോദിച്ചാൽ മതി. ഹൂ ആർ യു? ഹൂ ഡിഡ് ദ ജോബ്? ഹൂ ഈസ് യുവർ ഫാദർ? ഹൂ ഈസ് ഹി? ക്ലിയർ ആണോ? ഇനി വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെന്നർത്ഥം അല്ലേ? എന്ത്. നോക്കൂ, വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേര് എന്താണ് അല്ലേ? നോക്കൂ, വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എന്താ, നിങ്ങളുടെ ഫാദർ എന്താണ്? നിങ്ങളുടെ ഫാദർ എന്താണെന്നതിന് അർത്ഥം ഫാദറിൻ്റെ ജോലി എന്തെന്നാണ് അവർ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഫാദറിൻ്റെ ഹൂ ഈസ് യുവർ ഫാദർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാദർ ആരാണ്, പേര് പറയണം. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ ഫാദറെന്നോ മദറെന്നോ ബ്രദറെന്നോ എന്ത് പറഞ്ഞാലും അവരുടെ ജോലിയാണ് പറയേണ്ടത് കേട്ടോ. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് പറഞ്ഞാൽ മൈ ഫാദർ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി എന്നോ, മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ എന്നോ, മൈ ഫാദർ ഈസ് എ കൂലി എന്നോ എന്ത് വേണം പറയാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണേലും അത് പറയുക. ക്ലിയർ ആണല്ലോ? അപ്പം വാട്ട് ഈസ് യുവർ ഫാദർ. ഇനി വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എനിക്ക് നിങ്ങൾക്കായി എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഇത് നമ്മൾ മിക്കവാറും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫൊക്കെ അല്ലേ, ഇപ്പോൾ റിസപ്ഷനിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് കൂടുതലും ഇത് ചോദിക്കുക. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ചില നല്ല വലിയ ബാങ്കുകളിൽ പോയാലും അവരിങ്ങനെ ചോദിക്കുക, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഇത് വളരെ പൊളൈറ്റും ഒഫീഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ ചോദിക്കത്തില്ല, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യനായി. ഇത് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്ലിയർ ആണോ? ഇനി അപ്പം വാട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചേ? ഹൂ പഠിച്ചു, വാട്ട് പഠിച്ചു. ഇനി വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ അല്ലേ? വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. വെൻ ഡിഡ് യു കം? നമ്മൾ എവിടെ? നിങ്ങൾ എപ്പോൾ വന്നു? വെൻ ഡിഡ് യു കം ആണ്. എപ്പോൾ വന്നു. വെൻ വിൽ യു ഗോ? നിങ്ങൾ എപ്പോൾ പോകും? സമയം പറയുമ്പോൾ നമ്മൾ വെൻ വെച്ച് പറയും അല്ലേ? വെൻ ഡസ് ദ ബസ് റീച്ച് ഹിയർ? എപ്പോഴാണ് ബസ് ഇവിടെ വരുന്നത്? വെൻ ഡസ് ദ ബസ് റീച്ച് ഹിയർ? വെൻ ഹാസ് ഹി റിട്ടൺ ദ നോവൽ? വെൻ ഹാസ് ഹി റിട്ടൺ ദ നോവൽ? ക്ലിയർ ആണല്ലോ? അദ്ദേഹം നോവൽ എഴുതിയത് എപ്പോഴാണ്? ക്ലിയർ ആണോ? അദ്ദേഹം നോവൽ എഴുതിയത് എപ്പോഴാണ്? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി വെയർ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ എന്നുള്ള അർത്ഥം വരുമ്പോൾ നമുക്ക് വെയർ ഉപയോഗിക്കാം. എവിടെ. വെയർ ആർ യു ഗോയിങ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എവിടേക്കാണ് പോകുന്നത്? ക്ലിയർ ആണല്ലോ? വെയർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നുമാണ് എന്നാണ് അതിനർത്ഥം. വെയർ ആർ യു കമ്മിങ് ഫ്രം എന്ന് പറയാം. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കാം. വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ എവിടെ നിന്ന്, സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ഐ ആം ഫ്രം കേരള. ക്ലിയർ ആയോ? വേർ ആർ യു
ഫ്രം. ആൻസർ അങ്ങനെ പറയാം, ഐ ആം ഫ്രം കേരള. വേർ ഈസ് ഹീ ഫ്രം എന്ന് ചോദിക്കാം, അതായത് അദ്ദേഹം എവിടെ നിന്നുമാണ്, അല്ലേ വേർ ഈസ് ഷീ ഫ്രം. ക്ലിയർ ആണല്ലോ. ഇനി വേർ ഡസ് ദ ട്രെയിൻ കം ഫ്രം, എവിടെ നിന്ന് ട്രെയിൻ വരും, ട്രെയിൻ വന്നത് എവിടെ നിന്നുമാണ്, ട്രെയിൻ എവിടെ നിന്നുമാണ് വന്നത്. ക്ലിയർ ആണല്ലോ. വന്നതല്ല, വരുന്നത്. വേർ ഡസ് ദ ട്രെയിൻ കം ഫ്രം, ട്രെയിൻ എവിടെ നിന്നുമാണ് വരുന്നത്. ക്ലിയർ ആണോ. വേർ ക്യാൻ വി ഗോ നൗ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെ പോകാൻ കഴിയും, നമുക്കിപ്പോൾ എവിടെ പോകാൻ കഴിയും. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുമെന്നുള്ള അർത്ഥമാണ് വരിക. വേർ ക്യാൻ വി ഗോ നൗ. ഇനി വൈ എന്ന് പറഞ്ഞാൽ എന്താ, എന്തിന് എന്നുള്ള അർത്ഥമാണ് വൈ. നോക്കൂ, വൈ ഡിഡ് യു കം ഹിയർ, വൈ ഡിഡ് യു കം ഹിയർ, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്. ക്ലിയർ ആണോ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്. നോക്കൂ, വൈ ഹാഡ് ദേ ഗോൺ, അവർ എന്തുകൊണ്ടാണ് പോയത്, അല്ലേ, എന്തുകൊണ്ടാണ് പോയത്. എന്തിന് എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈ ആർ യു ലാഫിങ്, നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. വൈ ആർ യു ലേറ്റ്, നിങ്ങൾ എന്താണ് ലേറ്റ് ആയത്. മനസ്സിലായല്ലോ. ക്ലിയർ ആണല്ലോ. ഇനി ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ എന്നുള്ള. ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഹൂസ് ആരുടെ. ഹൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൺഫ്യൂസ് ആവില്ല നിങ്ങൾ. ഹൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തികളുടെ പേര്, ഹൂ ആർ യു, ഹൂ ഈസ് യുവർ ഫാദർ, ഹൂ ഈസ് യുവർ മദർ, അങ്ങനെയൊക്കെയല്ലേ ചോദിക്കാം. ഇപ്പം ഹൂ ഈസ് ഹീ എന്നൊക്കെ ചോദിക്കും. ക്ലിയർ ആണല്ലോ. അതെന്ന് പറഞ്ഞാൽ ആളെക്കുറിച്ച് ചോദിക്കുന്ന. ഹൂസ് എന്ന് പറയുമ്പം ഒരു വസ്തുവിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്, വസ്തുവിനെ കുറിക്കാൻ വേണ്ടി പറയുന്നതാണ് ഹൂസ്. ക്ലിയർ ആണല്ലോ. ഇത് രണ്ടും മാറിപ്പോവല്ലേ. ഹൂസ് ഈസ് ദിസ് കാർ, ഈ കാറ് ആരുടേതാണ്, അല്ലേ, ഈ കാറ് ആരുടേതാണ്. ഹൂസ് ഈസ് ദിസ് ന്യൂ ഹൗസ്, ഈ പുതിയ ഹൗസ് അല്ലെങ്കിൽ ഭവനം ആരുടേതാണ്. ഹൂസ് ഈസ് ദിസ് മാംഗോ, ഈ മാങ്ങ ആരുടേതാണ്. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഹൂസും തെറ്റ് വരല്. ഹൂ നമ്മളെ ആൾക്കാർക്ക് വേണ്ടിയും ഹൂസ് വ്യക്തികൾക്ക് വേണ്ടി. ഇവിടെ നോക്കൂ, കാറും ഹൗസും മാംഗോയും. അവിടെ ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരാണ്, ഹൂ ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫാദർ ആരാണ്. മനസ്സിലായോ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് മറക്കല്ല്. ഇനി വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്. വിച്ച് ഈസ് ഹർ പെൻ, ഏതാണ് അവളുടെ പേന. അവളുടെ പേന അല്ലെങ്കിൽ അവളുടെ പേന ഏതാണ്. ഒന്നിൽ ഏതാണ് അവളുടെ പേന അല്ലെങ്കിൽ അവളുടെ പേന ഏതാണ്. ഏതെന്നുള്ള അർത്ഥം നമ്മൾ ഏതാണെന്ന് ചോദിക്കത്തില്ലേ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണ്, അല്ലേ, നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണ്. വിച്ച് ഈസ് മൈ പ്ലേസ്, എൻ്റെ പ്ലേസ് ഏതാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാനാണെങ്കിൽ കുറച്ച് പേര് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വിച്ച് ഈസ് മൈ പ്ലേസ് എന്ന് ചോദിക്കാം. അപ്പം എൻ്റെ സ്ഥലം ഏതാണ്, ഞാൻ ഇരിക്കേണ്ട സ്ഥലമോ ഏതാണ്. ക്ലിയർ ആണോ. വിച്ച് ഈസ് മൈ പ്ലേസ്. ക്ലിയർ ആണല്ലോ. ഹൂം എന്ന് പറഞ്ഞാൽ ആരെ. ഹൂം എന്ന് പറഞ്ഞാൽ ആരെ. നോക്കൂ, ഹൂം ഡു യു ബിലീവ്, ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്. ക്ലിയർ ആണോ. ആരെ. ഹൂം ഡു ദേ വാണ്ട്, ആരെ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഹൂം ഡു ദേ വാണ്ട്. ഹൂം ഹാഡ് ഹി മെറ്റ്, ആരെയാണ് അദ്ദേഹം മെറ്റ് ചെയ്തത്. ക്ലിയർ ആണോ. ആരെയാണ് അദ്ദേഹം മെറ്റ് ചെയ്തത്. നോക്കൂ, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നാണ് അർത്ഥം. എങ്ങനെ. എങ്ങനെ. ഹൗ ആർ യു, സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത്. ഹൗ ആർ യു, ഐ ആം ഫൈൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഹൗ ആർ യു. ഇവിടെ ഹൗ നമ്മൾ WH തുടങ്ങണേ, HOW ആണ്. ക്ലിയർ ആണല്ലോ. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം WH തുടങ്ങിയത്. ഹൗ ആർ യു, അത് രണ്ടോട്ടം വന്നിട്ടുണ്ട്, സോറി. ഹൗ ഈസ് ദ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. ഹൗ ഡു യു ഗെറ്റ് ഹിയർ, ഹൗ ഡു യു
ഗെറ്റ് ഹിയർ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഹൗ ഡു യു ഗെറ്റ് ഹിയർ? ഗെറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ എത്തിയത് എങ്ങനെയെന്നാണ്. നിങ്ങൾ ഇവിടെ എത്തിയത് എങ്ങനെയാണ്? ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. സ്ട്രക്ചർ എന്താ? സ്ട്രക്ചർ ഇവിടെ ഒന്നുമില്ല. നമ്മൾ എവിടെ നോക്കിയാലും ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി ആയിരുന്നു. നമ്മൾ നോക്കിയെടുത്ത വില്ലോ, ക്യാനോ അല്ലെങ്കിൽ ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ് ഓർ ഹാവ് പ്ലസ് അതിലേതെങ്കിലും ഒന്നല്ലേ വന്നേ. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് വന്നു. വേർ ആർ യു ആണ് സബ്ജക്റ്റ്. എന്നിട്ട് മെയിൻ വെർബ് അല്ലേ, ഗോയിങ്. മെയിൻ വെർബ് പ്ലസ് അതേഴ്സ്. മെയിൻ വെർബ് ചിലപ്പോഴേ വരത്തുള്ളൂ, എപ്പോഴും വരണമെന്നില്ല. ക്ലിയർ ആണല്ലോ. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി വെച്ചോളൂ. WH ക്വസ്റ്റ്യൻ വരും, പിന്നെ ഓക്സിലറി വെർബ് ഓർ മോഡൽ ഓക്സിലറി വരും, പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ. ഇനി ഓക്സിലറീസ് ഞാനൊന്ന് പറഞ്ഞുതരാം. എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുന്നതാണ്, എന്നാലും ഓക്സിലറി അറിയത്തില്ലാത്തവരൊന്ന് നോക്കിക്കോളൂ. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്. അത് നമ്മൾ ഓക്സിലറി മോഡൽ ഓക്സിലറിയും പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാനിതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അറിയത്തില്ലാത്തവരൊന്ന് കേട്ടോളൂ, അല്ലെങ്കിൽ വീഡിയോ കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഹാസ്, ഹാവ്, ഹാഡ്. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനി മോഡൽ ഓക്സിലറീസ് എന്തൊക്കെയാണ്? ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to. അതായത് ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും WH വേർഡ് കഴിഞ്ഞിട്ട്, അതായത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്ത് വരും? ഈ ഓക്സിലറീസോ മോഡൽ ഓക്സിലറീസോ വരും. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു, അതിൻ്റെ അർത്ഥവും പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. അപ്പം ഇത്രയും കേട്ടതിന് താങ്ക് യു വെരി മച്ച്.